തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. അത്രേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട്. അതെന്ത് ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ തെറ്റ് ചെയ്താൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും. ഞാൻ പറയട്ടെ, ഈ ഇൻഡസ്ട്രിക്കകത്ത് മാത്രമല്ല പുറത്തും ലോകത്തെ എല്ലായിടത്തും ജോലി സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതമായിരിക്കണം. അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത്. ഇത് മലയാളം ഇൻഡസ്ട്രിയിലാണ് ഹേമ കമ്മീഷൻ പോലെ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുകയും ഇങ്ങനൊരു അന്വേഷണം നടക്കുകയും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റ് ഇൻഡസ്ട്രികളിൽ നടന്നിട്ടില്ല. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട. അപ്പൊ നമുക്ക് തൽക്കാലം നിയമത്തിലും അതിന്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തെ ചോദ്യം ചെയ്യുകയാണ്. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ്. WCC CWC അല്ല, WCC. ഗെറ്റ് യുവർ ഫാക്ട്സ് റൈറ്റ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സർക്കാരിലും ഇവിടുത്തെ നിയമ വ്യവസ്ഥയിലും അല്ല. അപ്പൊ നിങ്ങൾ പിന്നെ ഞാൻ എങ്ങനെ അതിലൊരു അഭിപ്രായം പറയും? നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇത് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിയോ? ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ? മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ? അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണതാ രണ്ടുപേർക്കും നല്ലത്. ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? എനിക്കെല്ലാമായി തൃപ്തിയായി. ഞാൻ പോകുന്നു. ബൈ.